ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഹൽദി ഡേയുടെ ഫംഗ്ഷൻ ഞാൻ മെഹന്തിയുടെ അന്ന് മോർണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഷോർട്സും എല്ലാം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, എൻ്റെ ഫോണിലിരിപ്പുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങൾ മെഹന്തിക്ക് പോകുമ്പം പയ്യൻ്റെ സൈഡിൽ നിന്ന് സ്വീറ്റ്സ് കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലഡു 2 കളർ, ഓറഞ്ചും യെല്ലോയും ലഡുവും, പിന്നെയുള്ള ആ 2 സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, അതും കളർ ചേഞ്ചാണ്. പിന്നെ ഇത്രയും ചെയ്തിട്ട് ഞങ്ങളൊരു ട്രെയിലകത്ത് വെച്ച് ബൗളിൽ വെച്ച് റാപ്പ് ചെയ്തെടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യണ്ടേ, എന്തിനാണ് അത് ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞുമാടെ മോൻ അലിയും കൂടിയാണിത് ഫസ്റ്റ് സെറ്റ് ചെയ്തത്. എല്ലാം സെറ്റ് ചെയ്ത് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു അബദ്ധം മനസ്സിലായത്. ഞങ്ങളിതിൽ ജീരകമിഠായി വെച്ചിട്ടില്ലായിരുന്നു, സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ആലോചിച്ച് എന്തോ ഒന്ന് മറന്നല്ലോ, എന്തോ ഒരു കുറവുണ്ടല്ലോ. അപ്പം ഒന്നും ഡിസൈനും ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് ഞങ്ങളതങ്ങ് റാപ്പ് ചെയ്തു പോയി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് തന്നെയാണ് ഞങ്ങൾ സാരിയും, അതായത് പെണ്ണിൻ്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയും ഈ മെഹന്തിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അത് ഞാൻ ഓൾറെഡി വെളുപ്പിന് എണീച്ച് ഹാമ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ച് കൊണ്ടുപോകാൻ, അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജീരകമിഠായിയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഇതെല്ലാം ഒന്നേന്നും പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജീരകമിഠായും കൂടെ ഇട്ട് പിന്നെ 2 പ്ലാസ്റ്റിക് ഫ്ലവർ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറവും വെച്ച് അത് വീണ്ടും നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസവും സമയമില്ലായിരുന്നു കേട്ടാ. ഹൽദിക്കാണെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും ഇൻക്ലൂഡിങ് മാരേജ് ഡേ ഉൾപ്പെടെ ഞങ്ങൾ ഇറങ്ങിയത് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു. മെഹന്തിക്ക് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു, മെഹന്തി വൈകിട്ടല്ലായിരുന്നോ, അതിന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അത്ര അങ്ങ് ലേറ്റായില്ല. പക്ഷെ മാരേജിന് ഞങ്ങൾ നല്ല രീതിയിൽ ലേറ്റായത് അന്നത്തെ വീഡിയോയിൽ പറയാം. അങ്ങനെ ഇതെല്ലാം റാപ്പ് ചെയ്തെടുത്ത് ഞങ്ങൾ പോകാൻ വിചാരിച്ചത് ഒരു 5 മണി ടൈമിലാണ്. ശനിയാഴ്ച ഒരു 5 മണിക്ക് ശേഷം ഇതും ഈ മെഹന്തി ഫംഗ്ഷനും അവർ ഓക്സിജൻ O2 പാർക്കിൽ വെച്ചിട്ട് മംഗലാപുരം അവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. പാർക്കായതുകൊണ്ട് തന്നെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡിക്ക് കട ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഖിലണ്ണനും ഷിയാസിക്കായും. അപ്പം ഞങ്ങൾ ഫുഡ് വീട്ടിൽ തന്നെയാണ് തലേന്ന് ആക്കിയത്. അപ്പോൾ അവർ വരാൻ ലേറ്റായി. അങ്ങനെ പിന്നെ ഇക്കക്കായും അലിയ നമ്മളെല്ലാം കഴിക്കാനിരുന്നു. ആ മീൻകറിയും ക്യാബേജും ക്യാരറ്റും വീഴക്കും വെണ്ടയ്ക്കായും മരച്ചീനിയും ചോറും അവിയലും ഇത് കക്ക റോസ്റ്റും പരിപ്പും പിന്നെ വറുത്തരച്ച മീൻകറിയും മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അലിക്ക് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒരു നാണമായിരുന്നു, അങ്ങനെ ഞാൻ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നൊത്തോലി തോരൻ്റെ ഒരാളുടെ ഫേവറേറ്റാണ്, അതുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചതും കൊഞ്ച് ഫ്രൈയും ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ എൻ്റെ കുഞ്ഞുമ്മമാരും ഷൈനി കൊച്ചുമ്മായും എൻ്റെ കൊച്ചുമ്മായും എൻ്റെ ഉമ്മായും കൂടി ആക്കിയത് തന്നെയാണ്. ഞങ്ങൾ പുറത്തുനിന്നൊന്നും ഫുഡ് മേടിച്ചില്ല അന്നത്തേക്ക്, തലേ ദിവസത്തേക്ക് ഉച്ചക്കത്തേക്ക്. അത് ഞങ്ങൾ തന്നെ ആക്കിയത്. അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് ഫുഡായിരുന്നു. പിന്നെ ഈ സമയത്ത് എനിക്കാണെങ്കിൽ എൻ്റെ വായ്ക്ക് എന്തെന്നറിയത്തില്ല, എന്തോ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എനിക്കൊന്നിനും. ഇതാണ് പിന്നെ ഞങ്ങൾ റെഡിയായി, എല്ലാവരും ഒക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ റെഡിയായിട്ട് ഹാമ്പർ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ കൊണ്ട് വണ്ടിയിൽ വെക്കുവാണ്. അപ്പോൾ വാപ്പ ഇന്ന് കുർത്തയായിരുന്നു. ഞാനും എൻ്റെ മോളും ഒരേ സെയിം കുർത്തിക്കാട ഫ്രണ്ട്സ് വന്നതാണ് അതൊക്കെ കാണാം. ഞാനും എൻ്റെ മോളും സെയിം കോസ്റ്റ്യൂമാണ്, ഒരു പാവാട അവൾക്ക് റെഡിമെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ഔട്ട്ഫിറ്റ് ഒരിടെ ഇടണമെന്ന്. അത് അൽഹംദുലില്ലാ നടന്ന്. പിന്നെ ഞങ്ങളന്ന് പോയതെല്ലാം കാറിൽ തന്നെയാണ്. ഞങ്ങളിവിടെ നിന്ന് 7 അല്ലെങ്കിൽ 8 കാറ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ബാക്കി കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർക്കിനടുത്ത് എത്തിയപ്പം തന്നെ. പിന്നെ അവരെല്ലാം വന്നപ്പോഴത്തേന് ഞങ്ങൾ ചെന്നായിരുന്നു. എനിക്ക് തോന്നുന്നു മഗ്‌രിബ് ബാങ്കിന് മുന്നേ ഞങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് അങ്ങ് ലേറ്റായില്ല, എനിക്ക് 5 മണി എന്നുള്ളത് ഞങ്ങൾ 5:30 മറ്റോ ആയി ഇറങ്ങിയപ്പം. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ പിന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അവിടെ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും വന്നൊന്ന് സെറ്റ് ചെയ്യാവാനേ. ഈ ഹാമ്പർ കൊണ്ടുപോകുമ്പോൾ അവർ വീഡിയോ എടുക്കില്ല, അപ്പോൾ അവരോട് പറഞ്ഞ് കുറച്ച് നേരം നിൽക്ക്, എല്ലാവരും ഒന്ന് വരട്ടെ എന്ന്. അങ്ങനെ എൻ്റെ ഉമ്മമാരും ഇതെൻ്റെ ഇത്തായാണ്, മൂത്താപ്പാടെ മോള്. പിന്നെ ബാക്കിൽ നിൽക്കുന്ന എൻ്റെ നാത്തൂനാണ്, ഇത്താടെ ബ്രദറിൻ്റെ വൈഫ്. പിന്നെ അവർ മക്കൾ, പിന്നെ എൻ്റെ ഫാമിലി ഫുള്ള്, എൻ്റെ ഉമ്മയുടെ ഫാമിലി ഫുള്ള് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നപ്പോഴത്തേനും പിന്നെ ഹാമ്പറും കൊണ്ട് അവർ കയറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും എത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കൊണ്ട് ഞങ്ങൾ കയറുന്നുണ്ടായിരുന്നു.
പിന്നെന്തുവാണ് പറയാൻ വന്നേ, എൻ്റെ 3 ദിവസവും മോൾ എൻ്റെ കൂടെ അല്ല വണ്ടിയിലിരുന്നത്. കാരണം അവൾക്ക് എൻ്റെ കൂടെ ഇരുന്നാൽ ഞാനിപ്പോൾ ഫീഡ് ചെയ്യുന്നുണ്ട്, പാല് വേണം. അപ്പോൾ വണ്ടിയിൽ എനിക്ക് ടാസ്ക്കാണ്. അങ്ങനെ ഉമ്മ മോളെയും കൊണ്ട് ഫ്രണ്ടിൽ വണ്ടിയിലും ഞാൻ ഇക്കാടെ കൂടെയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ഇത് ജസ്റ്റ് ഞങ്ങൾ ആദ്യം ഹാമ്പറും സ്വീറ്റ്സും എല്ലാം കൂടി കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം പിന്നെ അൻസിയായി പോയി വിളിച്ചിട്ട് വന്ന് ഹാമ്പർ എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് മെഹന്തി അപ്ലൈ ചെയ്ത് സ്വീറ്റ്സ് കൊടുക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാനും ഇത്തായും തന്നെയാണ് കൊടുത്തത്. പിന്നെ ഉമ്മായി വാപ്പായും വിളിച്ച് അവരെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, ഞങ്ങൾക്ക് സ്പൂൺ എടുക്കാൻ മറന്നുപോയി. ഞാനെല്ലാം എടുത്ത് വെച്ചത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സാവുമല്ലോ, അങ്ങനെ സ്പൂൺ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അവൾ പറഞ്ഞ് കുഴപ്പമില്ല, കൈ കൊണ്ട് തന്നെ തന്നാൽ മതി. അങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് കൊടുത്തത്. പിന്നെ എൻ്റെ കട വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഡയറക്റ്റ് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ ചേട്ടനൊക്കെ പോയി എടുത്തിട്ട് പിന്നെ അവരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്തുമായിരുന്നു, പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും കയറി സ്വീറ്റ്സ് കൊടുത്ത്. ഇക്കയുടെ ഫ്രണ്ട്സാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പം അൻസിയാക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നത് ഇക്കയുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വായിക്ക് ടേസ്റ്റ് ഇല്ല, എനിക്ക് മാത്രമല്ല അൻസിയാക്കും ഇല്ല. ഇടയ്ക്ക് ഫസ്റ്റ് എൻ്റെ ഉമ്മാക്കാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ഉമ്മാക്കൊന്ന് കുറഞ്ഞ് മാറിയപ്പോഴത്തേക്കും അത് എനിക്ക് വന്നു. എനിക്കത് അറിയത്തില്ല, ഇതെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. വായിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. താനും ഭയങ്കര എരിയും ഭയങ്കര നീറ്റലും. ഇപ്പോൾ വായിൽ അവിടെ ഈ വായ്പുണ്ണെന്നൊക്കെ പറയത്തില്ല, അതും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അൻസിയുടെ ഫ്രണ്ട്സും ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ഇക്കയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഫോട്ടോ ഇങ്ങനെ സ്വീറ്റ്സ് കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത്. കുഞ്ഞുങ്ങൾക്കൊന്നും വരാൻ വയ്യ, അതാണ് സത്യം. കാരണം ഇപ്പം നമ്മൾ വീട്ടിൽ വെച്ചാണ് നടത്തിയിരുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറായിട്ട് വീട്ടിൽ പോകാൻ അവരായിട്ട് തന്നെ വിളിക്കും. പക്ഷേ ഇത് അങ്ങനല്ല, ആർക്കും വരാൻ വയ്യ, ഉമ്മ കുറച്ച് കഴിഞ്ഞ് പോകാമെന്നുള്ളൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ കളിക്കാൻ ഒരുപാട് ഒരു മിനി ടർഫ് പോലത്തെ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ആയിട്ടില്ലേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെയും മോളെ. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും